പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, RSSനും BJPക്കും പിണറായി വിജയൻ ഒരു സമ്മാനം നൽകിയിട്ടുണ്ട്. ആ സമ്മാനത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ സമ്മാനം അദ്ദേഹം RSS BJPക്ക് നൽകിയിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ രൂപത്തിലാണ്. അതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുക. സുഹൃത്തുക്കളെ, അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് RSS BJPയുമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള പൊക്കിൾക്കൊടി ബന്ധമാണ്. അതാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ വിഷയത്തിൻ്റെ അടിത്തറ. അതിൽ അന്തർലീനമായിട്ടുള്ളത് അതാണ്. നമുക്കറിയാം, പിണറായി വിജയൻ RSS BJP നേതൃത്വത്തെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ എടുക്കുകയാണ് എന്നത് കുറേ കാലമായി നമ്മൾ കേൾക്കുന്നതാണ്. യഥാർത്ഥത്തിൽ 2016 മുതൽ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കേൾക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2016 പിണറായി വിജയൻ ഒരു പോലീസ് ഉപദേഷ്ടാവിനെ നിയമിച്ചു. ആ പോലീസ് ഉപദേഷ്ടാവിനെ നിയമിച്ച കാലം മുതൽ പിണറായി വിജയൻ RSS BJPയെ സഹായിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണം നമ്മൾ കേട്ടു തുടങ്ങിയതാണ്. അന്ന് പ്രധാനമായും കേൾക്കാൻ കാരണം പിണറായി വിജയൻ പ്രതിയാകാനിടയുള്ള ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ലാവലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി BJPയുമായി ഒരു ബന്ധം സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് BJP RSSുമായി വളരെ അടുത്ത ബന്ധം നിലനിർത്തുന്ന രമൺ ശ്രീവാസ്തവ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ 2016 പിണറായി വിജയൻ തൻ്റെ ഉപദേഷ്ടാവായി നിയമിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ അന്ന് കേട്ടത്. സുഹൃത്തുക്കളെ, അതിന് തൊട്ടു പിന്നാലെ വന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ആ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് DGPയായി പിന്നീട് ലോകനാഥ് ബെഹ്റയെ കൊണ്ടുവന്നത് എന്നും നമ്മൾ കേട്ടു. ലോകനാഥ് ബെഹ്റ NIAയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ BJP ഗവൺമെൻറ് കീഴിൽ NIAയിൽ ജോലി ചെയ്തിരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവനായിരിക്കണമല്ലോ. അങ്ങനെയുള്ള ഒരാളെ DGPയായി ഇവിടെ കൊണ്ടുവന്നതും പിണറായി വിജയൻ്റെ ഈ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ കേട്ടിരുന്നു. അതിനുശേഷം 2020 കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? 2020 കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് പിണറായി വിജയനെതിരെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വന്നു. പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വന്നു. ഭാര്യയുമായി ബന്ധപ്പെട്ട ആരോപണം വന്നപ്പോൾ ഒരുപാട് അഴിമതി ആരോപണങ്ങളിൽ പിണറായി വിജയൻ ഉൾപ്പെട്ടു. ആ ഉൾപ്പെട്ട സമയത്തും പിണറായി വിജയൻ RSS BJP നേതൃത്വത്തെ ഈ പറഞ്ഞതുപോലെ സുഖിപ്പിക്കാനുള്ള നിലപാടുകൾ എടുക്കുകയാണെന്നുള്ള ആരോപണം അന്നും ഉയർന്നു വന്നിരുന്നു. അന്ന് ഉയർന്നു വന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് പല RSS BJP നേതാക്കന്മാരും വിഷലിപ്തമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയതിനെതിരായിട്ടൊന്നും ഒരു നടപടിയും പിണറായി വിജയൻ എടുത്തില്ല എന്നുള്ളതാണ്. ശശികല ടീച്ചർ എന്ന് പറഞ്ഞ വനിത, അതുപോലെ തന്നെ ഈ V മുരളീധരൻ, പിന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള K സുരേന്ദ്രൻ, അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ, N രാധാകൃഷ്ണൻ പോലുള്ള ഒരുപാട് നേതാക്കന്മാർ വിഷലിപ്തമായിട്ടുള്ള വർഗീയമായിട്ടുള്ള പ്രസംഗങ്ങൾ പലതും നടത്തിയിട്ടും അതിനെതിരെ ഒന്നും നടപടിയെടുത്തില്ല എന്നുള്ള ആരോപണം ഉയർന്നു വന്നു. പിന്നീട് നമുക്കറിയാം, കൊടകര കുഴൽപ്പണ കേസുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി ആരോപണങ്ങൾ തന്നെ പലതും ഉയർന്നു വന്നു. അതിലൊന്നും തന്നെ പിണറായി വിജയൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ള ആരോപണം ഉയർന്നു വന്നു. അതിനെ തുടർന്ന് നമ്മൾ ദുർബലമായിട്ടെങ്കിലും കേൾക്കാൻ തുടങ്ങിയ ഒരു സംഭവ വികാസമാണ് ADGP ആയിട്ടുള്ള ഈ MR അജിത് കുമാർ BJPയുടെയും RSSൻ്റെയും താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത്. ചെറുതായിട്ടാണ് നമ്മളത് കേട്ടു തുടങ്ങിയത്. എലത്തൂർ ട്രെയിൻ കത്തിക്കലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അയാൾ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന, അത് ചെയ്ത ആൾ വന്ന സ്ഥലം ഏതാണെന്ന് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് മുസ്ലിമാക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമം, അങ്ങനെ പല ശ്രമങ്ങളും ഇയാൾ നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ BJP RSSൻ്റെ ഒരു ഏജൻ്റാണ് എന്നുള്ള ആരോപണങ്ങൾ ചെറിയ തോതിലെങ്കിലും ഉയർന്നു വന്നിരുന്നു. എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലായത് എന്താ? പിന്നീട് നമുക്ക് മനസ്സിലായത് BJPയുടെയും RSSൻ്റെയും താല്പര്യം കേരളത്തിൻ്റെ പോലീസിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ BJP RSS നേതൃത്വങ്ങൾക്ക് നൽകിയ സമ്മാനമായിരുന്നു ADGP MR അജിത് കുമാർ എന്നുള്ള വ്യക്തമായിട്ടുള്ള ആരോപണങ്ങളിലേക്ക് പിന്നീട് കാര്യങ്ങൾ കടന്നില്ലേ സുഹൃത്തുക്കളെ? പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്ന വ്യക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നു. ആ തെളിവെന്താ സൂചിപ്പിച്ചത്? ADGP അജിത് കുമാറാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് മത്സരിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കളമൊരുക്കിയത് എന്നുള്ളത് ഇപ്പോൾ പച്ച പരമാർത്ഥമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ സുഹൃത്തുക്കളെ? തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ പൂരം കലക്കി. ശരിക്കും യഥാർത്ഥത്തിൽ ആ സംഭവമാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ നിന്ന് ജയിക്കാൻ ഏറ്റവും കൂടുതൽ സഹായമായത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിഞ്ഞിരിക്കുകയല്ലേ.
കാരണം തൃശ്ശൂർ പൂരം ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അത് പൊളിച്ചു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പല മാധ്യമപ്രവർത്തകരും പറഞ്ഞു കേട്ടത് RSSും BJPയും താനുമൊക്കെ വി ആർ ഓൺ ദ സെയിം ബോട്ട് എന്ന് പല മാധ്യമങ്ങളോടും പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നത്. നമുക്കറിയാം, പൂരം കലക്കാൻ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥന് കഴിയുമോ സുഹൃത്തുക്കളെ? പോലീസ് ഉദ്യോഗം ഒരിക്കലും കഴിയില്ല. ആ പൂരം കലക്കപ്പെട്ട സമയത്ത് ADGP അജിത് കുമാർ തൃശ്ശൂർ ക്യാമ്പ് ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ വിവരം കേൾക്കുന്നത്. അപ്പോൾ അയാളുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് പ്രവർത്തിച്ച് പൂരം കലക്കി കൊടുത്തു. ആ കലക്കിയതിൻ്റെ ഭാഗമായി സുരേഷ് ഗോപി അവിടെ നിന്ന് 10,000 വോട്ട് ജയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണെന്നാണ് കേൾക്കുക. കാരണം അവിടുത്തെ ഹിന്ദു വിശ്വാസികളുടെ മനസ്സ് വ്രണപ്പെടുത്തുന്ന ഒരു സമീപനം അവിടെ നടന്നു. സ്വാഭാവികമായും ആ പൂരം ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ കലക്കിയത് പിണറായി വിജയൻ അറിയാതെ കഴിയുമോ സുഹൃത്തുക്കളെ? ഒരിക്കലും കഴിയില്ല. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം പിണറായി വിജയൻ്റെ അറിവോടുകൂടി MR അജിത് കുമാറാണ് നടത്തിയത് എന്നുള്ളത് വ്യക്തമല്ലേ സുഹൃത്തുക്കൾ? ഇതിലപ്പുറത്ത് എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് എന്താണ്? BJPയുടെ RSSൻ്റെ താത്വികാചാര്യനായിട്ടുള്ള ദത്താത്രേയ ഹൊസബോളെ ഇയാൾ നേരിട്ട് പോയി കണ്ടു എന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇയാൾ പാലക്കാട് RSSൻ്റെ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ള ആരോപണം അൻവർ തന്നെ ഉന്നയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ സുജിത് ദാസ് എന്ന് പറഞ്ഞ ആളെ SP ആയി കൊണ്ടുവരികയും മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ എല്ലാം പുറകിൽ MR അജിത് കുമാറാണെന്നുള്ളത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കില്ലേ? അപ്പോൾ എന്താ ഇതിൽ നിന്നൊക്കെ തെളിയുന്നത്? BJPയുടെയും RSSൻ്റെയും താല്പര്യം കേരളത്തിൽ സംരക്ഷിച്ചുകൊണ്ട് BJPയുടെ ആളായി പ്രവർത്തിക്കാൻ പോലീസിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ പിണറായി വിജയൻ അനുവദിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അതായത് ADGP ലോ ആൻഡ് ഓർഡറിനെയാണ് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തത് പിണറായി വിജയൻ. വെറുമൊരു ADGP അല്ല, ADGP ലോ ആൻഡ് ഓർഡറിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അയാൾ നിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കും എന്ന് പിണറായി വിജയൻ RSS BJP നേതൃത്വത്തിനോട് പറഞ്ഞു. എന്തിനാ പറഞ്ഞത് തനിക്കെതിരായിട്ടുള്ള നീക്കങ്ങളിൽ നിന്ന് BJP പിന്മാറാൻ വേണ്ടിയിട്ടാണ്. തനിക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ നിന്ന് BJP പിന്മാറാൻ വേണ്ടിയിട്ടാണ്. അത് കൃത്യമായി തെളിഞ്ഞില്ലേ സുഹൃത്തുക്കളെ? BJP പിണറായി വിജയനെതിരായിട്ട് എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ? എത്രയോ മുഖ്യമന്ത്രിമാരെ ജയിലിലാക്കി. പിണറായി വിജയനെ തൊട്ടിട്ടുണ്ടോ? ലാവ്ലിൻ കേസിൽ തൊട്ടോ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ തൊട്ടോ? പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട കേസിൽ തൊട്ടോ? ഡോളർ കള്ളക്കടത്ത് കേസിൽ തൊട്ടോ? എത്രയോ അഴിമതി ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ വന്നു. അനങ്ങിയില്ല BJP നേതൃത്വം. ആ BJP നേതൃത്വം അത് അനങ്ങാതിരുന്നത് കേരളത്തിലെ BJPയുടെ RSSൻ്റെയും താല്പര്യം സംരക്ഷിക്കാൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ BJPക്ക് അങ്ങ് ദത്തു കൊടുക്കുകയായിരുന്നു പിണറായി വിജയൻ. BJPയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ അവർക്കൊരു ലോക്സഭാ സീറ്റ് പോലും പിണറായി വിജയൻ്റെ സഹായത്തോടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് പിണറായി വിജയൻ്റെ സ്വാർത്ഥ നിക്ഷിപ്ത വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്ര ഗുരുതരമാണ് ഈ ദത്ത് കൊടുക്കൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് RSS BJP നേതൃത്വത്തിനുള്ള പിണറായി വിജയൻ്റെ സമ്മാനമാണ് MR അജിത് കുമാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് MR അജിത് കുമാറിനെതിരായിട്ടുള്ള നീക്കങ്ങളിൽ BJP മൗനം പാലിക്കുന്നത്, അർത്ഥഗർഭമായ മൗനം പാലിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പിണറായി വിജയൻ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ കൊല്ലാക്കൊല ചെയ്യുകയാണ് എന്നുള്ളതിന് ഇതിനപ്പുറത്ത് എന്ത് തെളിവാണ് വേണ്ടത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കാറുള്ളത്.